ഇവക്കാണെങ്കിൽ ശരീരം മാറിപ്പോയ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കില്ലറുടെ കൂട്ടാളിയോട് എന്നെ കണ്ടിട്ട് പെണ്ണായിട്ടാണോ ആണായിട്ടാണോ നിനക്ക് തോന്നുന്നതെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടാൻ തുടങ്ങി. ഈ സീരിയൽ കില്ലേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് ആരെ കണ്ടാലും ഒന്ന് കൊല്ലാൻ തോന്നും. കത്തിയുടെ സൗണ്ട് കേട്ട അവർക്ക് ആ ക്രേവിങ്സ് കൂടുകയാണ് ചെയ്യുന്നത്. സ്നേഹനിധിയായ അമ്മ മോക്ക് കുറച്ചുകൂടി സോസൊക്കെ ഒഴിച്ചു കൊടുത്തു. അവൻ ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചു നോക്കുന്നത്. ഒന്ന് കഴിച്ചപ്പോൾ ആക്രാന്ത മൂത്ത് ബാക്കിയുള്ളതൊക്കെ വാരി വലിച്ച് തിന്നാൻ തുടങ്ങി. ആദ്യമായിട്ട് ഇവൾ ആറ്റിറ്റ്യൂഡൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ കോളേജിൽ എല്ലാവരും അത്ഭുതപ്പെടാൻ തുടങ്ങി. പോലീസിന്റെ കൈ പെടാതിരിക്കാൻ വേണ്ടി ഇവൾ ഓടി അവളുടെ കോളേജിന്റെ അകത്തേക്ക് കയറി. ലേഡീസ് ടോയ്ലറ്റിന്റെ അകത്ത് നിന്ന് ഏതോ ആണ് പാട്ട് പാടി കുളിക്കുന്ന സൗണ്ട് കേട്ട് ഇവൾ അടുത്തേക്ക് ചെന്ന് നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ സീരിയൽ കില്ലർ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നു. അത് കണ്ടതും അവൾ പേടിച്ച് വാ പൊത്തി. നടന്ന കാര്യമൊക്കെ അവൾ ഓടിച്ചെന്ന് പറഞ്ഞത് ഇവളോടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന സമയമാണെന്ന് പറഞ്ഞ് അവൾ ഒരു ടെമ്പറേച്ചർ റൂമിൽ പൂട്ടിയിടുന്നു. എന്നിട്ട് അവിടുത്തെ ടെമ്പറേച്ചറും കൂടെ അങ്ങ് കുറച്ചു കൊടുത്തു. 1 മണിക്കൂറത്തെ നീണ്ട കുളിയായി കഴിഞ്ഞ് തലയിൽ ഒരു തോർത്തും ചുറ്റി ആ സീരിയൽ കില്ലർ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവൾ ആ ടെമ്പറേച്ചർ റൂമിലേക്കാണ് നേരെ പോയത്. റൂമിന്റെ ടെമ്പറേച്ചർ -300 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. തുറന്നതും അവൾ ഐസ് പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയി.